നമ്മുടെ വിഷയം പ്രായമേറുന്നതിൻ്റെ ശാരീരിക പ്രക്രിയകളും ജനിതക ഘടകങ്ങളും. നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ എന്തുകൊണ്ടാണ് പ്രായമാകുന്നത്? ഒരിക്കൽ വേഗത്തിൽ സുഖപ്പെടുന്ന ശരീരം, വേഗത്തിൽ ഓടുന്ന ശരീരം, എല്ലാം ഓർമ്മിക്കുന്ന മനസ്സ് എന്തുകൊണ്ടാണ് പതുക്കെ മാറിത്തുടങ്ങുന്നത്? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രായമാകലിൻ്റെ ശാരീരിക ശാസ്ത്രവും ജനിതക ഘടകങ്ങളും കൂടാതെ ദീർഘായുസ് സംബന്ധിച്ച പുതിയ ഗവേഷണങ്ങളെയും കുറിച്ചാണ്. പ്രായമാകൽ ഒരു ദിവസം പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല, അതൊരു ക്രമാനുഗതമായ ജൈവ പ്രക്രിയയാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും നാരുകൂട്ടങ്ങളിലും അവയവങ്ങളിലും നടക്കുന്നത്. കാലക്രമേണ കോശങ്ങളുടെ പുതുക്കൽ മന്ദഗതിയിലാവുന്നു, ഊർജ്ജോൽപാദനം കുറയുന്നു, ശരീരത്തിനകത്ത് ദീർഘകാല വീക്ക പ്രതികരണം രൂപപ്പെടുന്നു. അതിൻ്റെ ഫലമായി ഹൃദയം, മസ്തിഷ്കം, പേശികൾ, പ്രതിരോധ സംവിധാനം ഇവയിൽ ജൈവക്ഷയം കാണാം. ഇതിനൊരു പ്രധാന കാരണം കോശനാശം ആണ്. കോശത്തിനകത്തെ പ്രോട്ടീനുകൾ ശരിയായ രൂപം നഷ്ടപ്പെടുന്നു. മൈറ്റോകോൺട്രിയ കുറച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. കോശങ്ങൾ മാലിന്യങ്ങൾ ശേഖരിക്കാൻ തുടങ്ങുന്നു. മറ്റൊരു പ്രധാന പ്രക്രിയയാണ് ടെലോമിയർ ചുരുങ്ങൽ. ടെലോമിയറുകൾ ക്രോമസോമുകളുടെ അറ്റങ്ങളിലുള്ള സംരക്ഷണ കവചങ്ങളാണ്. ഓരോ തവണ കോശം വിഭജിക്കുമ്പോഴും ഇവ കുറച്ച് ചുരുങ്ങുന്നു. ഒരു ഘട്ടത്തിൽ ടെലോമിയറുകൾ വളരെ പതുക്കെ ചെറുതാകുമ്പോൾ കോശങ്ങൾ വിഭജനം നിർത്തുന്നു, അല്ലെങ്കിൽ കോശ വാർദ്ധക്യം എന്ന അവസ്ഥയിലേക്ക് കടക്കുന്നു. ഈ അവസ്ഥയിൽ കോശങ്ങൾ ജീവനോടെ ഉണ്ടായാലും അവ ശരിയായി പ്രവർത്തിക്കില്ല. ചുറ്റുമുള്ള നാരുകൂട്ടങ്ങളിലേക്ക് വീക്ക സൂചനകൾ വിടും. ജനിതക ഘടകങ്ങളും പ്രായമാകലിൽ പങ്കുവഹിക്കുന്നു. ചില ജീനുകൾ നമ്മൾ എത്ര വേഗത്തിൽ പ്രായമാകുന്നു, DNA എത്ര കാര്യക്ഷമമായി പുനഃസ്ഥാപിക്കുന്നു, രോഗങ്ങളെ എത്രത്തോളം പ്രതിരോധിക്കുന്നു എന്നതിനെ സ്വാധീനിക്കുന്നു. എന്നാൽ ജീനുകൾ മാത്രം എല്ലാം തീരുമാനിക്കുന്നില്ല. ഇവിടെ എപ്പിജെനറ്റിക്സ് പ്രധാനമാണ്. ജീവിതശൈലി, ഭക്ഷണം, സമ്മർദ്ദം, ഉറക്കം, പരിസ്ഥിതി ഇവ ജീനുകളെ സജീവമാക്കാനും നിഷ്ക്രിയമാക്കാനും കഴിയും. അതുകൊണ്ട് പ്രായമാകൽ പൂർണ്ണമായും നിശ്ചിതമല്ല. ദീർഘായുസ് ഗവേഷണത്തിൽ കാലറി നിയന്ത്രണവും ഇടവിട്ട ഉപവാസവും ഓട്ടോഫജി എന്ന കോശ ശുദ്ധീകരണ പ്രക്രിയയെ സജീവമാക്കുന്നു. മറ്റൊരു മേഖല സിനോലിറ്റിക് മരുന്നുകൾ ആണ്. ഇവ വാർദ്ധക്യ കോശങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കും. ഗവേഷകർ നാഡ് മെറ്റബോളിസം, മൈറ്റോകോൺട്രിയ ആരോഗ്യം, ആന്തരിക മൈക്രോബയോം, സന്തുലിതാവസ്ഥ ഇവയും പഠിക്കുന്നു. ഇതിലും മുന്നോട്ട് പോകുന്ന ഗവേഷണങ്ങൾ ജീൻ എഡിറ്റിംഗ്, സ്റ്റെം സെൽ ചികിത്സ, കോശ പുനർക്രമീകരണം എന്നിവയാണ്. എന്നാൽ ലക്ഷ്യം അമരത്വം നേടുക അല്ല, ലക്ഷ്യം ആരോഗ്യകരമായ ജീവിതകാലം വർദ്ധിപ്പിക്കുക എന്നതാണ്. രോഗവും വൈകല്യവും സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്ന വർഷങ്ങളും കുറയ്ക്കുക. ഈ ആശയം ലൈഫ് സ്പാൻ അല്ല, ഹെൽത്ത് സ്പാൻ എന്നതാണ്. അതിനാൽ പ്രധാന സന്ദേശം ഇതാണ്: പ്രായമാകൽ സ്വാഭാവികമാണ്, പക്ഷെ എങ്ങനെ പ്രായമാകുന്നു എന്നത് മാറ്റാൻ കഴിയും. ജീനുകൾ തോക്ക് ലോഡ് ചെയ്യാം, പക്ഷെ ട്രിഗർ അമർത്തുന്നത് ജീവിതശൈലിയാണ്. ദീർഘായുസ് ഗവേഷണം നിത്യവും നേടുന്നതല്ല, ജീവിത ഗുണമേന്മയും ആരോഗ്യവും കൂടുതൽ കാലം സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.